നമസ്കാരം. ഇന്ന് 2023 ജൂലൈ 11 ചൊവ്വാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ എല്ലാം വിദ്യാഭ്യാസ വാർത്ത. കീം സർട്ടിഫിക്കറ്റിലെ പിഴവ് 13 വരെ തിരുത്താം, കോഴ്സുകൾ കൂട്ടിച്ചേർക്കാം. കീം അപേക്ഷയോടൊപ്പം നൽകിയ സർട്ടിഫിക്കറ്റുകളിലെ പിഴവുകൾ തിരുത്തുന്നതിന് അവസരം. സംവരണം, ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കാത്തവർക്ക് ഈ മാസം 13 വൈകിട്ട് 4 വരെ അവസരം നൽകും. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ഇനിയും കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അവ കൂട്ടിച്ചേർക്കുന്നതിനും നീറ്റ് UG സ്കോർ സമർപ്പിക്കുന്നതിനുമുള്ള അവസരം 13 വൈകിട്ട് 4 വരെ നീട്ടി. വിവരങ്ങൾക്ക് www.ce.kerala.gov.in. ഇനി മാതൃഭൂമി പത്രത്തിൽ പറയുന്നു, മെഡിക്കൽ കോളേജുകൾക്ക് മാർക്കിടാൻ NMC. അധ്യാപനം, പഠന നിലവാരം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ മാനദണ്ഡമാക്കി മെഡിക്കൽ കോളേജുകൾക്ക് മാർക്കിടാനൊരുങ്ങി ദേശീയ മെഡിക്കൽ കമ്മീഷൻ NMC. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ കോളേജുകളും സർക്കാർ റാങ്കിന് കീഴിലേക്ക് വരുന്നത്. സ്വകാര്യ ഏജൻസികളുമായി ചേർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് റാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കുകയും ഇതിലൂടെ വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് കണ്ടെത്തിയതിനെയും തുടർന്നാണ് NMCയുടെ ഈ പുതിയ നീക്കം. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് അടുത്ത അധ്യയന വർഷം മുതൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് NMC അറിയിച്ചു. സർക്കാർ റാങ്കിംഗ് സംവിധാനം ശരിയായ മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കും. ഒപ്പം ഉയർന്ന ഫീസ് ഈടാക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ രീതി തടയാനും ഇതിന് കഴിയുമെന്ന് NMC അറിയിച്ചു. 2014 മുമ്പ് 387 കോളേജുകളുടെ എണ്ണം ഇപ്പോൾ 704 ഉയർന്നിട്ടുണ്ട്. അടുത്ത വാർത്ത പറയുന്നു, കേരളത്തിൽ PG മെഡിക്കൽ പ്രവേശനം അപേക്ഷ നാളെ വരെ. നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതായത് നീറ്റ് PG 2023 അടിസ്ഥാനമാക്കി കേരളത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാമുകളുടെ 2023 സ്റ്റേറ്റ് കോട്ട സീറ്റുകളിലെ പ്രവേശനത്തിന് ജൂലൈ 12 വൈകിട്ട് 4 വരെ www.ce.kerala.gov.in എന്ന ലിങ്ക് വഴി അപേക്ഷിക്കാം. ഇനി ഇന്നത്തെ ഓൺലൈൻ പത്രം പറയുന്നു, തമിഴ്നാട് നീറ്റ് UG കൗൺസിലിംഗ് 2023 രജിസ്ട്രേഷൻ വിൽ എൻഡ് സൂൺ. തമിഴ്നാട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഉടൻ അവസാനിക്കും. തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ നീറ്റ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും തമിഴ്നാട് നീറ്റ് UG 2023 കൗൺസിലിങ്ങിനായി രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 10 എന്നത് നീട്ടി ജൂലൈ 12 വരെയാക്കി, അതായത് നാളെ വരെ മാത്രം. അടുത്ത ഓൺലൈൻ പത്രം പറയുന്നു, കീം ടെസ്റ്റ് ടു ബി ഹെൽഡ് ഓൺലൈൻ ഫ്രം നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം മുതൽ കീം പരീക്ഷ ഓൺലൈൻ മോഡിൽ നടത്തിയേക്കും. ഈ വർഷം വരെ സംസ്ഥാനത്ത് കീം പരീക്ഷ ഓഫ്ലൈൻ മോഡിലായിരുന്നു നടത്തിയിരുന്നത്. അടുത്ത വർഷം മുതൽ പരീക്ഷ ഓൺലൈൻ മോഡിൽ നടത്തുന്നതിന് വേണ്ട പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കീം ഒഴികെ CEE നടത്തുന്ന മറ്റ് പ്രവേശന പരീക്ഷകളെല്ലാം ഓൺലൈൻ മോഡിലാണ് നടത്തുന്നത്. എന്നാൽ 1.2 ലക്ഷം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ പരീക്ഷ ഘട്ടം ഘട്ടമായി മാത്രമേ ഓൺലൈൻ മോഡിലേക്ക് മാറ്റാൻ പൂർണ്ണമായിട്ടും കഴിയൂവെന്ന് അധികാരികൾ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.